ലൈഫ് ഈസ് എ സീ ബിറ്റ്വീൻ ബി ആൻഡ് ഡി. ഇതിൽ ബി ആൻഡ് ഡി എന്താണ്? എന്തായിരിക്കും ഊഹിക്കാൻ പറ്റുമോ? വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ഒന്ന് ക്ലാപ്പ് അടിക്കും. വെരി ഗുഡ്. അപ്പൊ സിയോ ചോയ്സ്. വെരി ഗുഡ്. ചോയ്സ് കൈവക്ക്. വെരി ഗുഡ്. വളരെ എക്സലന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു ചോയ്സ് ആണ് അല്ലേ? നമ്മൾ തിരഞ്ഞെടുക്കണം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ സന്തോഷിക്കാതിരിക്കണം എന്നുണ്ടോ? സന്തോഷം നമ്മുടെ ചോയ്സ് ആണ്. അത് എവിടുന്നാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്? ഇപ്പൊ നമ്മൾ കേട്ട പാട്ടാണോ സന്തോഷം തന്നത്? അല്ല, നമ്മൾ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മളിവിടെ ജീവിക്കുമ്പം നമുക്ക് വേണ്ട ഒരു കറൻസി എന്താണ് കറൻസി നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്? ടൈം. നിങ്ങളുടെ സമയത്തിന് എത്ര വിലയാണ് കൊടുക്കുന്നത്? എത്ര വില കൊടുക്കുന്നില്ല സമയത്തിന്? ഇപ്പൊ ഇന്ത്യൻ രൂപക്ക് ഡോളറുമായിട്ട് ഇപ്പൊ 84 രൂപയാണ് ഡോളറിന് അല്ലേ? അതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡിന് നീ എന്ത് വിലയാണ് കൊടുക്കുന്നത്? അല്ല, എന്നാലും എത്ര വില കൊടുക്കും? ലക്ഷങ്ങളെ മൂല്യം കൊടുക്കുമോ? ഇനിയിപ്പോ ഒരു വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിനക്ക് യൂസ്ഫുൾ അല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ടൈം ഉപയോഗിക്കുമ്പം അതിന്റെ മൂല്യം ഇപ്പം ഒരു 2 രൂപ ആയിരിക്കും. അതേസമയം നീ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിന്റെ സമയം ഉപയോഗിക്കുന്നെങ്കിൽ അതിന്റെ മൂല്യം കോടിയോ 10 കോടിയോ ഒക്കെ ആയിരിക്കും. നീ എത്ര കൊടുക്കും വാല്യൂ? ഓക്കെ, അപ്പൊ നീ നല്ല വാല്യൂ കൊടുക്കുന്നുണ്ട്, അനാവശ്യമായിട്ടൊന്നും സമയം കളയില്ല. നീ എത്ര വാല്യൂ കൊടുക്കും നിന്റെ സമയത്തിന്? സെയിം. എത്ര കൊടുക്കും? നിങ്ങളെല്ലാവരും നല്ല വാല്യൂ കൊടുക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ടൈമിന് ഒരു വാല്യൂ നിശ്ചയിക്കണം. അപ്പൊ നമ്മൾ യൂസ്ഫുൾ അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ടൈം ഉപയോഗിക്കില്ല. അത് വെച്ചിട്ട് നിങ്ങൾ വേണ്ടാത്ത അങ്ങനത്തെ എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നല്ല. അത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾക്ക് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലേ? അർജന്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. നാളെ പരീക്ഷയാണ്. ഇന്ന് നിങ്ങൾ പഠിച്ച എക്സാം എഴുതുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ അർജന്റ് ആണോ? രണ്ടുമാണ് അല്ലേ? നിങ്ങൾക്ക് 2 മാസം കഴിഞ്ഞാണ് പരീക്ഷ. 2 മാസം കഴിഞ്ഞുള്ള പരീക്ഷയാണ്. അന്നേക്ക് പഠിച്ചു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്, അർജന്റ് ഇല്ല അല്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇമ്പോർട്ടൻറ്റും അല്ല അർജന്റും അല്ല. നോട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജന്റ്. ഒരു അർജന്റും ഇല്ല, ഒരു ഇമ്പോർട്ടൻറ്റും ഇല്ല. വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ? ഒരു ഇമ്പോർട്ടൻറ്റും ഇല്ല, അർജന്റും ഇല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്ത്? അത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അർജന്റ് അല്ല. ഇപ്പൊ നിങ്ങളൊരു കൂട്ടുകാരിക്ക് ഒരു കാര്യം നിർവഹിക്കണം, അവൾക്കത് അർജന്റ് ആയിരിക്കും, നിങ്ങൾക്ക് അത് അർജന്റ് ആവില്ല. അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അപ്പൊ ഇതിൽ നിങ്ങളുടെ ജീവിതം എവിടെ കേന്ദ്രീകരിക്കണം? 2 മാസമുള്ള പരീക്ഷയ്ക്ക് ഇപ്പോഴേ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് സ്ട്രെസ് കുറയോ അല്ലേ? നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് വളരെ ആക്റ്റീവായി പരീക്ഷാ ഹാളിൽ ചെല്ല് നിൽക്കുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് നന്നാവുമല്ലേ? നന്നാവൂലേ? അല്ലെങ്കിൽ അവിടെ എന്താവും? സ്ട്രെസ്ഫുൾ ആയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? വളരെ സ്ട്രെസ്സോട് കൂടി പരീക്ഷ എഴുതുമ്പോൾ എന്തായിരിക്കും? നിങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ പറ്റൂല. നിങ്ങളുടെ ബ്രെയിനിൽ ശേഖരിച്ച് വെച്ചത് റിട്രീവ് ചെയ്യാൻ പറ്റൂല. നിങ്ങളിപ്പോ ഈ ക്യാമ്പിൽ ഇരിക്കുന്ന ഇതേ സന്തോഷത്തോടാണ് നിങ്ങൾ എന്തിനു പോകേണ്ടത്? പരീക്ഷാ ഹാളിലേക്ക് പോകേണ്ടത്. പരീക്ഷാ ഹാളിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിന് മുമ്പുള്ള സമയത്തിനും വാല്യൂ ചെയ്യണം. നീട്ടി വെച്ച് അങ്ങോട്ട് ഇതാക്കാൻ പാടില്ല അല്ലേ? ഹാപ്പി ന്യൂ ഇയർ! ഹാപ്പി ന്യൂ ഇയർ! പുതിയ എനിക്ക് സ്വാഗതം. നിങ്ങൾ പുതിയൊരാളായി മാറാൻ പോവാണ്. ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ്.